സുഹൃത്തുക്കളെ, വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യ അവകാശം എന്നൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യഖണ്ഡമാണ് ഈ വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യ അവകാശം എന്നുള്ളത്. 2006 ഡിസംബറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ചെയ്തിട്ടുള്ള ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ഒരു ഖണ്ഡികയുടെ ഒരു വാക്യത്തിൻ്റെ ഒരു വാക്യഭാഗമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഒരു 18 വർഷത്തിന് ശേഷം ഈ ഒരു വാക്യഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യായമായും നമുക്ക് തോന്നാവുന്ന ഒരു സംശയം, എന്തിനാണ് ഈ വിഷയം ഇവിടെ പറയുന്നത്? ഇവിടുത്തെ വിഷയം ശാസ്ത്രീയ മനോവൃത്തിയാണ്, യുക്തിചിന്തയാണ്, സ്വന്തം ചിന്തയാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയ വിഷയമാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് ഒരു വിഷയം പറയുന്നു, വേറൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് അതിനെ എതിർക്കുന്നു. ഇത് നമ്മൾ യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ സംസാരിക്കേണ്ട വിഷയമാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് എന്ത് പങ്ക് എന്നാണ്. അപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇതൊരു കേവലമായ ഒരു കക്ഷി രാഷ്ട്രീയ വിഷയമല്ല. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ, ജ്ഞാനോദയ മൂല്യങ്ങൾ, അതിലുള്ളൊരു മൂല്യമാണ് സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്നുള്ളത്. ആ സാഹോദര്യം എന്ന മൂല്യവുമായി വളരെ ബന്ധമുള്ള ഒരു വിഷയമാണിത്. ആ കാര്യം ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് പറഞ്ഞ ശരിയായ കാര്യവും, ഞാനതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ശരിയായ കാര്യവും അതിനെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ എതിർത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഉയർത്തിയ തെറ്റായ വിമർശനവും അത് കേവലം ഒരു കക്ഷി രാഷ്ട്രീയ വിഷയമല്ല, നമ്മുടെ സാമൂഹ്യ ധാർമ്മികതയുടെ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെ ഡിഫെൻഡ് ചെയ്തത്. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഡിഫെൻഡ് ചെയ്തത്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. പക്ഷേ ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിലൊരു മൂല്യബോധത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ഒരു വിഷയം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ വേദികളിൽ സ്ഥിരമായി പറയപ്പെട്ടു വരുന്ന ഒരു വിഷയമാണ്. 2006 മൻമോഹൻ സിംഗ് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ അതന്ന് BJP എതിർക്കുകയുണ്ടായി. അതേസമയം ഇവരുടെ ഈ സംഘപരിവാറിൻ്റെ വേദികളിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി ഒരു വിമർശനം, അതായത് മറ്റ് പൊതുമണ്ഡലത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഘപരിവാർ സംഘടനകളോ അവരുടെ സഹായികളോ അല്ലാത്ത ആരെങ്കിലും സംസാരിച്ച് ഞാൻ ആദ്യം കേട്ടത് അതും സ്വതന്ത്ര ചിന്താവേദിയിലാണ്. 2018 സംവരണ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിൽ C. രവീന്ദ്രനാണ് ഇതിനെപ്പറ്റി ആദ്യമായി വിമർശിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഇതിന് പുറമെ നമ്മുടെ BJP-ക്കാർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പുറത്ത് പൊതുസമൂഹത്തിൽ ഒരു വിമർശനം ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത്, അതായത് ഔട്ട്റൈറ്റ് ആയിട്ട് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലാതെ ഇതിനൊരു വിമർശനം ഞാൻ ആദ്യം കേട്ടത് സ്വതന്ത്ര ചിന്താവേദിയാണ് 2018. ഈ 2018 സംവരണ സമവാക്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രസംഗത്തിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവന മുസ്ലിം പ്രീണനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ C. രവീന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. അതിനുശേഷവും പല പ്രസംഗങ്ങളിലും അദ്ദേഹം ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ബ്ലൈറ്റൻ പൊളിറ്റിക്കൽ അപ്പീസ്മെൻറ്റ് 2018 പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് ഫാനോസിൻ്റെ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും കേരളീയ സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുക, മെയിൻ സ്ട്രീം ചെയ്യുക, പ്രചരിപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് C. രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മുടെ സ്വതന്ത്ര ചിന്താ രംഗത്ത് നടന്നു വരുന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും ആവർത്തിച്ചുന്നയിക്കുന്ന ഒരു കാര്യമാണ് ഈ ദേ മസ്റ്റ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് എന്ന് 2006 മൻമോഹൻ സിംഗ് പറഞ്ഞത് മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്, അത് മുസ്ലിം പ്രീണനമാണ് എന്നുള്ള വാദം. താരതമ്യേന സമീപകാലത്ത് അദ്ദേഹം 2024 ഈ വിഷയം സംസാരിച്ച ഒരു വീഡിയോൻ്റെ ഭാഗം കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ വീഡിയോൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് ചെറുതായിട്ട് വിവരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത, സ്വദേശാഭിമാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്യന്ത ഗർഹണീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദി ഒന്നല്ല അനേകം സ്റ്റേറ്റ്മെൻറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് നരേന്ദ്രമോദി നടത്തിയത്. 110 പ്രസംഗങ്ങളിൽ അദ്ദേഹം ഇസ്ലാമോഫോബിക് പരാമർശം നടത്തി, 110 പരാമർശം നടത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ 75 വർഷത്തിൽ നമ്മളൊക്കെ കണ്ടും കേട്ടും പരിചയമുള്ള രാഷ്ട്രീയത്തിൽ നിന്നൊരു വിച്ഛേദനമാണ് ഇത്തരം തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള വിദ്വേഷ പ്രസ്താവന നടത്തുക എന്നുള്ളത്. അതിനെതിരൊന്നും വലിയ ഇതൊന്നും നടക്കുന്നില്ല.
ഏതായാലും ഈ വിവിധങ്ങളായിട്ടുള്ള 110 പ്രസംഗങ്ങളിൽ ഏറ്റവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ് 2024 ഏപ്രിൽ 21 രാജസ്ഥാനിൽ വെച്ചിട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം. ഏപ്രിൽ 22 അതിനെക്കുറിച്ചിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇതാണ്, കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ഈ റിപ്പോർട്ടിൽ 2 ഉദ്ധരണികൾ ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ 2 ഉദ്ധരണികൾ പറയുന്നുണ്ട്. അടുത്ത ഉദ്ധരണി ഇതാണ്: നേരത്തെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്ക് മേലെ ആദ്യ അവകാശമുള്ളത് എന്നവർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് സ്വത്തുക്കൾ ആർക്കാണ് അവർ വീതിച്ചു കൊടുക്കുക? അത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് വീതിച്ചു കൊടുക്കും, നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ധനം നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങളിത് അംഗീകരിക്കാൻ പാടുണ്ടോ? ഇതാണ് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ ഉദ്ധരണി: എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഈ അർബൻ നക്സൽ മനോഭാവം നിങ്ങളുടെ താലിമാലയെ പോലും വെറുതെ വിടില്ല. അവർ ആറ്റം വരെയും പോകും. അമ്മമാരുടെയും സഹോദരിമാരുടെയും കയ്യിലുള്ള സ്വർണ്ണത്തിൻ്റെ കണക്കെടുത്ത് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് ആ സ്വത്ത് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ആർക്കാണ് അവർ അത് വിതരണം ചെയ്യുക? മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വത്തുക്കളിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ട് എന്നാണ്. ഇതാണ് അദ്ദേഹം പ്രസംഗിച്ച കാര്യം. നമ്മുടെ ഈ സ്വയം സംഘപരിവാർ അംഗമായി ഐഡൻറ്റിഫൈ ചെയ്യാത്ത, കുറച്ചെങ്കിലും നിഷ്പക്ഷത പുലർത്തുന്നു എന്ന് അഭിനയിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഈ പത്ര റിപ്പോർട്ട് വന്നതിൻ്റെ 2-ാം ദിവസം, അതായത് 24 ഏപ്രിൽ 24 ഏപ്രിലിൽ ഒരു ചോദ്യോത്തര പരിപാടിയിൽ 10 മിനിറ്റ് 32 സെക്കൻഡുള്ളൊരു ഭാഗം അന്ന് നടന്ന 24-ാം തീയതി നടന്ന, ആ ഡേറ്റിൽ കാണാം, 24-ാം തീയതി നടന്ന ചോദ്യോത്തര പങ്ക്തിയിലെ 10 മിനിറ്റ് 32 സെക്കൻഡുള്ള ഒരു ഭാഗം മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട്, രവീന്ദ്രൻ്റെ യൂട്യൂബിലുണ്ട്. ഈ വീഡിയോയിൽ രവീന്ദ്രനും മോദിയുടെ സ്പീച്ച് അപലപിക്കുന്നുണ്ട്, തുറന്നപലപിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത്ര കൃത്യമായിട്ട് അദ്ദേഹം തുറന്ന് തന്നെ വിമർശിക്കുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അഭിനന്ദിക്കാൻ പറ്റില്ല, നമ്മൾ അഭിനന്ദിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ, മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുത്വ പ്രദേശാസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അദ്ദേഹം എതിർത്ത് സംസാരിക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റിയ രീതിയിൽ ആവശ്യമായിട്ടുള്ള ക്യാപ്സ്യൂളുകൾ, പോയിന്റുകൾ അതേ വീഡിയോ തന്നെ പറയും, അപ്പം തന്നെ പറയും. ഒരു വിമർശനം ഉണ്ടായാൽ മിക്കവാറും തുടർന്ന് തന്നെ അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ക്യാപ്സ്യൂൾ അപ്പം തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് ഞാൻ അവിടെ എഴുതി, വിമർശനം പ്ലസ് ന്യായീകരണം ഈക്വൽ പ്രചരണം. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഈ വിമർശനം, നമ്മളെ വിമർശനം കേട്ടാൽ നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞത് പറയുമ്പോൾ അടുത്ത് വരുന്നത് ഒരു ചാണകത്തിൻ്റെ ക്യാപ്സ്യൂളായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പക്ഷേ. അത് നമുക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തുറന്നങ്ങ് ഇത് ശരിയായി എന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ എതിർവാദത്തിന് ഉൾപ്പെടുത്തിയിട്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും നോർമലൈസ് ചെയ്യുക, മെയിൻ സ്ട്രീം ചെയ്യുക, പോപ്പുലറൈസ് ചെയ്യുക, ഈ പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് എന്ന തലക്കെട്ടിൽ വന്ന വീഡിയോയിൽ അദ്ദേഹം ഈ ഹെയ്റ്റ് സ്പീച്ചിനെ അപലപിക്കുന്നതിനെ പോലും എനിക്ക് അഭിനന്ദിക്കാൻ കഴിയാത്തത്. ഹിന്ദുത്വ വിമർശനം എന്ന പേരിൽ ഹിന്ദുത്വ പ്രചരണം നടത്തുക എന്നൊരു പണിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടാണ് 10 മിനിറ്റ് 5 മിനിറ്റ് 49 സെക്കൻഡ് വരെ വിമർശനവും 4 മിനിറ്റ് 43 സെക്കൻഡ് ന്യായീകരണം. ഞാനത് കൃത്യമായിട്ട് നോക്കി. അങ്ങനെ മൊത്തം 10 മിനിറ്റ് 32 സെക്കൻഡ്, 5 മിനിറ്റ് 49 സെക്കൻഡ് വിമർശനം, 4 മിനിറ്റ് 43 സെക്കൻഡ് ന്യായീകരണം, കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പിന്നെ വാസ്തവത്തിൽ ഈ ഒരു വിഷയം പറയാൻ, ഈ വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യാവകാശം എന്ന് പറയാൻ രവീന്ദ്രൻ്റെ ഏത് വീഡിയോ വേണമെങ്കിലും എടുക്കാം, ഒരുപാട് വീഡിയോകളുണ്ട്. പക്ഷേ ഇത് തന്നെ എടുക്കാൻ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. നമ്മളിപ്പോൾ ഈ രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരള സ്വതന്ത്ര ഇന്ത്യ രംഗത്ത് നടക്കുന്ന വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ചും ഹിന്ദുത്വ പ്രചരണത്തെക്കുറിച്ചും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും, കുറച്ച് മിനിറ്റുകളുള്ള വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. ഇത് നോക്കൂ, ഇതിലൊക്കെ അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് വിമർശിക്കുന്നത്, ഇങ്ങനെ വിമർശിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വലിയൊരു ലിസ്റ്റ്. അപ്പോൾ ആ ഒരു പിന്നെ പ്രചരണത്തിൻ്റെ അതിൻ്റെ ഒരു പൊള്ളത്തരം ഒന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് കൃത്യമായിട്ട് മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ തന്നെ എടുത്തിട്ട് ഈ ഭാഗം പറയാൻ ഞാൻ വിചാരിച്ചത്. ഇവിടെയൊക്കെ നടക്കുന്ന ഇതാണ്, വിമർശനം പ്ലസ് ന്യായീകരണം. അത് പ്രചരണമാണ്. വിമർശനം പറയേണ്ടത് വിമർശനം അവർ പറയേണ്ടത്. ഈ മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് എന്നുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഘടന എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സി രവീന്ദ്രൻ്റെ ഇത്തരം പ്രസംഗങ്ങളിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരെന്ന് പറഞ്ഞാൽ പഞ്ചഗവ്യ പ്രസംഗങ്ങൾ എന്നാണ്. അവർ ചെയ്യുന്ന പണി ഇതാ ലുക്ക് ഓവർ. ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അതിലെന്തൊക്കെ ഉണ്ടാവുക? അതിൽ പാലുണ്ടാവും, നെയ്യുണ്ടാവും, തൈരുണ്ടാവും, എല്ലാം നല്ല പുതിയ സൂപ്പർ സാധനങ്ങളാണ്, ഒരു കുഴപ്പമില്ല, നല്ല സാധനങ്ങളാണ്, ശരീരത്തിന് നല്ലതാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് എന്ന പുസ്തകത്തിൽ ശരിയായിട്ടുള്ള വിമർശനങ്ങൾ കുറേ ചേർത്തിട്ടുണ്ട്. പാലുണ്ട്, നെയ്യുണ്ട്, വല്ല കാര്യം, പിന്നെ മറ്റേ എന്താണ്
തൈരുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഭാഗവും എടുത്തിട്ട് ഇത് ഉത്തമമായ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ പാലാണ്, കാച്ചി കുറുക്കിയ പാൽ കൊണ്ടുള്ള തൈരാണ്, നെയ്യാണ്, ഇതൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ ആരാധകർക്കും പ്രചാരകർക്കും കൊണ്ടാടാനുള്ള എല്ലാ വകുപ്പുമുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. അതേസമയം അതിൻ്റെ കൂടെ നിന്നുണ്ട് 2 മിനിറ്റ് 3 സെക്കൻഡ് ഗോമൂത്രവും 2 മിനിറ്റ് 40 സെക്കൻഡ് ചാണകവും. അതോടെ അത് പഞ്ചഗവ്യായി. ഇതില്ലാത്തൊരു പരിപാടിയില്ല. ഈ പഞ്ചഗവ്യ പ്രസംഗം എന്നുള്ളതാണ് ഇതൊരു സംഭവം. പ്രചരണ പ്രസംഗമാണ്. ഇപ്പോൾ ആരായി പഞ്ചഗവ്യത്തിൻ്റെ ആരാധകർ? അത് പാലും തൈരും അന്വേഷിക്കുന്ന പോഷകപ്രേമികളല്ല, അത് ചാണക ആരാധകരും ഗോമൂത്ര ആരാധകരും ആണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ പഞ്ചഗവ്യ പ്രസംഗത്തിൻ്റെ ശരി. അതുകൊണ്ടാണ് അതന്നെ ഒന്ന് ഉടനെടുത്ത് ഞാൻ കാണിക്കാൻ കാരണം. അപ്പോൾ ഇവരുടെ ഈ ആരാധനയുടെ കാര്യം ഞാനിത് പിന്നാലെ പറയാം, എങ്ങനെയാണ് ഈ ചാണകാരാധന ഇതിനെ വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. പിന്നെ മൂന്നാമത്തത് ഈ എന്താണ് നിങ്ങൾ ചോദിച്ചത്? മൂന്നാമത്തത് സമ്പത്ത് തട്ടിയെടുക്കുന്നത്. സമ്പത്ത് തട്ടിയെടുക്കുന്നത് അത് പിന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞത്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഈ ജാതി സെൻസസ് നടത്തുമെന്നും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട്, ഏതോ ഇല്ല സ്റ്റാലിൻ്റെയും മാവോയുടെയൊക്കെ മെത്തേഡാണെന്ന് തോന്നുന്നു, ഈക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ ഇട്ടിടും, 1 ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കുമെന്നോ, ഇങ്ങനെ കുറെ പൈസ കൊടുത്ത് ഈക്വാലിറ്റി ഉണ്ടാക്കുമെന്നോ, ഈക്വാലിറ്റി ഇൻകം കുറഞ്ഞവർക്ക് സർക്കാർ പൈസ കൊടുക്കുമെന്നോ, ഇങ്ങനെയൊക്കെ എന്തോ കുറെ വിചിത്രമായിട്ടുള്ള കുറെ എക്കണോമിക്സ് ഇദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞെന്ന് വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ മറ്റു 2 കാര്യങ്ങൾ വ്യക്തമായി മുസ്ലിങ്ങൾ എന്നുള്ള ന്യൂനപക്ഷം തന്നെയാണ് വരുന്നത്. അതിന്റെ ബേസായിട്ട് വന്നത് മൻമോഹൻ സിംഗിന്റെ കുറെ പ്രസംഗങ്ങളാണ്. ആ പ്രസംഗങ്ങൾ മൻമോഹൻ സിംഗ് 2006 തോന്നുന്നു, 2005-6 പീരീഡ്, അത് പലയിടത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് മുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള മുൻഗണനാപരമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതൊരിക്കലും മൻമോഹൻ സിംഗ് നടത്താൻ പാടില്ലാത്ത പ്രസ്താവന തന്നെയാണ്. അത് ഞാൻ ഒരുപാട് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് പ്രസ്താവന വായിച്ചു കഴിഞ്ഞാൽ എത്ര ഓക്വേർഡായിരിക്കും. രാജ്യത്തിന്റെ സമ്പത്തിന്റെ മേളിൽ ഹിന്ദുക്കൾക്കാണ് ആയിരിക്കണം പ്രാഥമികമായ അല്ലെങ്കിൽ മുൻഗണന ഉണ്ടാകേണ്ടത് എന്ന് ഒരു പ്രധാനമന്ത്രി പറഞ്ഞാലും അശ്ലീലമാണ്, തിരിച്ച് പറഞ്ഞാലും അശ്ലീലമാണ്. യഥാർത്ഥത്തിൽ പറയേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും രാജ്യത്തിന്റെ വിഭവങ്ങളുടെ മേളിൽ തുല്യമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് കവിഞ്ഞ് ഒരു ടീസ്പൂൺ പോലും പറയാൻ ഈ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്കും ധാർമ്മികമായ അവകാശമില്ല. മൻമോഹൻ സിംഗ് അത് ഫ്ലൗട്ട് ചെയ്തു. മോദി ഇപ്പൊ ചെയ്തിരിക്കുന്ന അബ്സല്യൂട്ട്ലി ഫ്ലൗട്ട്. ഈ ന്യായീകരണ ഭാഗത്ത് 2 വിഷയങ്ങളാണ് രവീന്ദ്രൻ പറഞ്ഞത്. ഒന്നാമത്തേത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ദരിദ്ര കുടുംബങ്ങൾക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ കൊടുക്കും എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. ഇത് അർബൻ നക്സൽ ആശയമാണ് എന്ന് മോഡി പറഞ്ഞു, നമ്മൾ കണ്ടു. അതേ വാചകം തന്നെയാണ് പറയുന്നത്, സ്റ്റാലിൻ്റെയോ മാവോയുടെയോ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അത് ശരിക്കുള്ള ഇസ്മാസ്റ്റേഴ്സ് വോയിസ് ആണ് ഞാൻ പറയാം. ഒരേ കാര്യം രണ്ടുപേരും പറയുന്നത്. കോൺഗ്രസിൻ്റെ ഈ ഇതിനകത്ത് 1 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞത് സ്റ്റാലിൻ്റെയോ മാവോയുടെയോ മെത്തേഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായത് ഈ ഇത്രയും അത്യന്തഗർഹണീയമായ ഈ ഒരു പ്രസംഗം കഴിഞ്ഞതിൻ്റെ 2-ാം ദിവസം അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതാണിത്. ആ ഒരു സമയത്ത് എതിർത്തുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇതല്ലേ ഒരേ വാചകമാണ് സംസാരിക്കുന്നുള്ള. ഈ കോൺഗ്രസ് പ്രകടന പത്രിക എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അങ്ങനെ ഒരു രഹസ്യരേഖയൊന്നുമല്ലോ. അത് നമുക്ക് നെറ്റിൽ ആർക്കും പോയി നോക്കാവുന്നതാണ്. 15-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്, 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇത്രയുള്ള ഇന്ത്യയിലെ ഓരോ ദരിദ്ര കുടുംബത്തിനും 1 ലക്ഷം രൂപ വീതം ഉപാധികളില്ലാതെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു കൊടുക്കുന്ന മഹാലക്ഷ്മി സ്കീം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ എന്നാണുള്ള വാക്ക്. ഇത് അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ, ഇത് നരേന്ദ്രമോദി പറയുന്നത് പോലെ ഒരു അർബൻ നക്സൽ ആശയമല്ല. ഈ സ്റ്റാലിൻ്റെയോ മാവോയുടെയോ ഒക്കെ ഒരു മെത്തേഡല്ല രവീന്ദ്രൻ പറയുന്ന പോലെ. അതല്ലെങ്കിൽ എന്താണ് എന്തോ വിചിത്രമായിട്ടുള്ള കുറേ എക്കണോമിക്സ്, അതൊന്നല്ല. ഇതേ ദാരിദ്ര്യത്തെ നേരിടാനായിട്ട് പല എക്കണോമിക്സിൽ നിർദ്ദേശിച്ചിട്ടുള്ളതും പലയിടത്തും പരീക്ഷിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു രീതിയാണ് അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ. ഈ രീതിയുടെ പ്രചാരകരിൽ ഇന്ന് ഏറ്റവും അധികം അറിയപ്പെടുന്ന ആളാണ് റെഡ്ഗർ ബ്രഗ്മാൻ. അയാളുടെ ഒരു ബുക്കാണിത്, ഹ്യൂമൻ കൈൻഡ് എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി. പിന്നെ അദ്ദേഹത്തിന് വേറൊരു യുട്ടോപ്പിയ ഫോർ റിയലിസ്റ്റ്. ഈ 2 ബുക്കാണ് ഞാൻ വായിച്ചിട്ടുള്ള വേറെയും പുസ്തകങ്ങളുണ്ട്. നെതർലാൻഡ്സുകാരനാണ് റെഡ്ഗർ ബർഗ്മാൻ. അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഇവിടെ. അതിലൊന്ന് പറയുന്നതാണ്, പോവർട്ടി ഈസ് നോട്ട് എ ലാക്ക് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്നത് ഒരു സ്വഭാവ വൈകല്യമല്ല, അത് പണമില്ലായ്ക മാത്രമാണ്. അതിൽ കൂടുതലോ കുറവോ ആയ ഒന്നുമല്ല.
അതുകൊണ്ട് ദാരിദ്ര്യം എന്ന പ്രശ്നം പരിഹരിക്കാനായി ദരിദ്രർക്ക് പണം നൽകുക എന്നത് മികച്ച ഒരു ആശയമാണ്. അതാണ് അവിടെ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് പറഞ്ഞ കാര്യമാണ്, അവർ ഒരു ടെസ്റ്റ് ഗ്രൂപ്പായിട്ട് ദരിദ്രരുടെ ഒരു ടെസ്റ്റ് ഗ്രൂപ്പിന് സൗജന്യമായിട്ട് പണം കൊടുത്തു. അതായത് നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. മറ്റൊരു ഗ്രൂപ്പിന് അങ്ങനെ കൊടുക്കാതെ നടത്തിയ പഠനങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്, ഞാൻ ആ വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് സൗജന്യമായി പണം നൽകുന്നത് കാരണം അസമത്വം കുറയുന്നു, ദാരിദ്ര്യം കുറയുന്നു, ശിശുമരണ നിരക്ക് കുറയുന്നു, ചികിത്സാ ചെലവ് കുറയുന്നു, കുറ്റകൃത്യങ്ങൾ കുറയുന്നു, കൂടുതൽ പേര് സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നു, സ്കൂൾ ഹാജർ മെച്ചപ്പെടുന്നു, സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു, ചെറുപ്പക്കാർ നേരത്തെ തന്നെ കുടുംബത്തിന് മേലുള്ള സാമ്പത്തിക ആശ്രിതത്വത്തിൽ നിന്ന് വിടുതൽ നേടുന്നു. ഇതിങ്ങനെ അനേകമായ സാമൂഹ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ദാരിദ്ര്യത്തെ നേരിടാനുള്ള ഏറ്റവും കാര്യക്ഷമവും ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും സംസ്കാര സമ്പന്നവുമായ വഴിയാവാം സൗജന്യമായി പണം നൽകൽ. മേ ബി ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്, ദ ചീപ്പസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സിവിലൈസ്ഡ് വേ ടു കോമ്പാറ്റ് പോവർട്ടി എന്നാണ് ഈ ബ്രഗ്മാൻ പറയുന്നത്. പിന്നെ പുസ്തകം വായിക്കുന്ന ശീലമില്ലാത്ത പിന്നെ ആൾക്കാർ ഇതിങ്ങനെ പ്രചരിപ്പിക്കും. പക്ഷെ അത് പുസ്തകം വായിക്കുന്ന നമ്മളതിന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, ഇത് ഈ രീതിയിൽ ഇതൊരു അർബൻ നെക്സൽ ഐഡിയ ഒന്നുമല്ല. ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, അത് വളരെ വ്യാപകമായി ഇതിപ്പോൾ നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം. ഇപ്പോൾ അൺകണ്ടീഷണൽ ട്രാൻസ്ഫർ പിന്നെ ഇതിനോട് നമ്മൾ യോജിക്കാതിരിക്കാം, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഒരു അർബൻ നെക്സൽ ഐഡിയ അല്ല, ഇത് സ്റ്റാലിൻ്റെ ഐഡിയ അല്ല, ഇത് മാവോൻ്റെ ഐഡിയ അല്ല, ഇത് ഇന്ന് കറണ്ടായിട്ടുള്ള ഒരു എക്കണോമിക് ഐഡിയ ആണ്. തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിഷയം. പക്ഷേ ഇതല്ല ഇന്നത്തെ വിഷയം. ഞാനത് സാന്ദർഭികമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചാണക സ്വഭാവം കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ചാണക സെഷനിൽ ഉന്നയിക്കുന്ന രണ്ടാമത്തെ ന്യായീകരണം ഇതാണ് ന്യായീകരണം. ഇതിൻ്റെ ബേസായിട്ട് വന്നത് മൻമോഹൻ സിംഗിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. ഇത് തലേന്ന് നരേന്ദ്രമോദി പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിൻ്റെ ബേസ് എന്താണ്? ഇത് മൻമോഹൻ സിംഗ് പറഞ്ഞാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരുപാട് പരിപാടികൾ ഇത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് ശരിയാണ്. കുറേ പരിപാടികൾ ഇത് ആവർത്തിച്ച് രവീന്ദ്രൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നരേന്ദ്രമോദി പറഞ്ഞതും അദ്ദേഹം അപലപിക്കുന്നതുമായ പ്രസ്താവന ഒരു ബേസ്ലെസ് ആയിട്ടുള്ള പ്രസ്താവനയല്ല, അതിനൊരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താണ്? അതിൻ്റെ ബേസായിട്ട് വന്നത് മൻമോഹൻ സിംഗിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. 2006 മൻമോഹൻ സിംഗ് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിനെ ബേസ് ചെയ്തിട്ട് 2024 നരേന്ദ്രമോദി തെറ്റ് ചെയ്തു എന്നാണ് രവീന്ദ്രൻ വാദിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള എന്താ പറയുക, ഒരു ചാണക ക്യാപ്സ്യൂളാണ്. ടൂക്കോക്ക് എന്ന് പറയുന്നത് ടൂക്കോക്ക് ഫാലസിയാണ്, കൃത്യമായ ക്ലാസിക്കൽ ടൂക്കോക്ക് ഫാലസിയാണ്. പക്ഷേ ഈ ന്യായീകരണ ക്യാപ്സ്യൂളാണ് വാസ്തവത്തിൽ ഈ ഞാൻ പറഞ്ഞ ചാണകപ്രിയർ, ഞാനും ചാണകം നീയും ചാണകം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനത്തെ ചാണകത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഈ നമ്മളെ ഈ ഒരു 10 മിനിറ്റ് പ്രസംഗത്തിൽ അവർക്ക് വേണ്ട സാധ്യത. ഇതാണ് ആൾക്കാർ ഇത് കേട്ടവരെന്താ മനസ്സിലാക്കുന്നത്? ഇതാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? എതിർക്കുന്നു പറയുമ്പോഴും അതിൻ്റെ എലമെൻ്റ്, അത് പഞ്ചഗവ്യം അന്വേഷിച്ച് വരുന്ന ആൾക്കാർ നെയ്യിനും പാലിനും എന്നാണ് അന്വേഷിച്ച് വരുന്നത്. അവർ കൃത്യമായിട്ടുള്ള ഗോമൂത്രത്തിനും ചാണകത്തിനും അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഇതിൻ്റെ അടിയിൽ. നമ്മൾ ആ ഒരു വീഡിയോൻ്റെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മേലെയുള്ള കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കമൻറ്റ് വായിക്കട്ടോ. ഒരു 130 പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൊരു കമൻറ്റാണ്. അത് കൃത്യമായിട്ട് രവീന്ദ്രൻ ആ ഭാഗത്ത് പറഞ്ഞ വാക്കുകളുടെയും ആശയത്തിൻ്റെ ആവർത്തനമാണ്. അതാണ് ഫസ്റ്റ് ആ വീഡിയോൻ്റെ താഴത്തെ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുള്ള 130 പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ആ കമൻറ്റിൽ അതിൻ്റെ ഇതാണ്: മൻമോഹൻ സിംഗ് ഒരിക്കലും ന്യൂനപക്ഷ അനുകൂല പ്രസംഗങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതാണ് വിഷയം? തലേന്ന് നരേന്ദ്രമോദി ചെയ്ത ഈ ഇസ്ലാമോഫോബിക് സ്പീച്ചിനെ കുറിച്ചിട്ട് അതിൻ്റെ കൂടെ വിമർശന സ്പീച്ചിൻ്റെ കേട്ടിട്ട് ആൾക്കാർ പറയുന്നത് എന്താണ്? മൻമോഹൻ സിംഗ് 2006 അത് പറയാൻ പാടില്ലായിരുന്നു. ഇതാണ് പറയുന്നത്. ഇതിൻ്റെ എലമെൻ്റ് ആവശ്യം, ഇതിൻ്റെ മെയിൻ കമ്പണൻ്റ് ഇതാണ്. ചാണക ക്യാപ്സ്യൂളാണ് മെയിനായിട്ട് പോകുന്നത്. ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ന്യൂനപക്ഷ പ്രചരണത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്നും ഇന്ത്യ അനുഭവിക്കുന്നത്. തുല്യ അവസരം, തുല്യ അവകാശം, തുല്യ കടമയാണ് ശരി. ഒരു മതക്കാർ എണ്ണത്തിൽ കുറവാണെന്നുകൊണ്ട് പ്രത്യേക പരിഗണനയ്ക്ക് അർഹരല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് അതിൻ്റെ പിന്നിൽ വരുന്നത്. ഈ ആദ്യം കുറേ കമൻറ്റാണ് അതിൻ്റെ കാണാം. അപ്പോൾ ഇതാണ് പറയും, മോഡി പറഞ്ഞത് വർഗീയവാദമാണ്, തെറ്റാണ്, അപലപനീയമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം പറയുന്നത്. അതൊക്കെ പാലും നെയ്യും പിന്നെ ഒക്കെ തന്നെയാണ്, തൈരൊക്കെ തന്നെയാണ്. അതേസമയം ഈ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ബേസായിട്ട് വന്നത് മൻമോഹൻ സിംഗിൻ്റെ കുറേ പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ അപ്പാടെ ചാണകമാണ്. എന്തുകൊണ്ടാണ് ചാണകമാകുന്നത് എന്ന് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ്. ഈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ വളരെ മര്യാദാരഹിതമായ ഒരു അവാസ്തവ പ്രചരണമാണ്. ആ അവാസ്തവ പ്രചരണത്തിന് ആംപ്ലിഫൈ ചെയ്ത് ആവർത്തിക്കുന്ന പണിയാണ് ഇവന്ന് ചെയ്യുന്നത്. അത് ആംപ്ലിഫൈ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞില്ലേ, ഈ മൻമോഹൻ സിംഗ് ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ പിന്നെ ഒരുപാട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രസംഗങ്ങൾ എന്നാണ് പറയുന്നത്, പ്രസംഗം എന്നല്ല, പ്രസംഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ അത്ര ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ BJP എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷി പോലും മൻമോഹൻ സിംഗ് ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു കേട്ടുള്ളൂ. 2006 അന്ന്
നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നൊരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടായിരുന്നു എന്ന് പറയണം. കാര്യം അത് 2014 തന്നെ ഒന്ന് കുഴിച്ചും കൂടിയുണ്ട്. അങ്ങനെ 1952 മുതലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള സമിതിയാണ്. രാജ്യത്തിൻ്റെ വികസന നയങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള ഉന്നതാധികാര സമിതിയായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നത്. ഇപ്പോൾ പിന്നെ ഇത് ഒരൊറ്റ രാജ്യം, ഒരൊറ്റ പാർട്ടി, ഒരൊറ്റ നേതാവ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇമാതിരി ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ ശല്യം എന്നുള്ള കണ്ടിട്ടൊക്കെ ഒഴിവായി കളഞ്ഞിലേക്ക് അതും പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ 52ാമത്തെ മീറ്റിംഗ് 2006 ഡിസംബർ 9 നടന്നപ്പോൾ അതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ചെയ്ത ഒരു ഔദ്യോഗിക പ്രസംഗത്തിൻ്റെ ഒരു ഖണ്ഡികയിലെ ചില വാചകങ്ങളാണ് അവർ ഈ BJP വലിയ രീതിയിൽ ഒരു അപവാദ പ്രചരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അവർ പോലും ആ ഒരു പ്രസംഗത്തെക്കുറിച്ചും പിന്നെ 2009 ഒരു പ്രസ് മീറ്റിങ്ങിൽ മൻമോഹൻ സിംഗ് ഞാൻ അന്ന് പറഞ്ഞത് ശരിയാണ്, ഇപ്പോഴും ഞാൻ എൻ്റെ ഇവിടെ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 വിഷയങ്ങളെ അവർ പോലും ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ. ഒരുപാട് പല സ്ഥലത്ത് പറഞ്ഞിരുന്നുള്ള ഒരു ആംപ്ലിഫിക്കേഷനാണ് രവീന്ദ്രൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അല്ല അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ കണ്ടിട്ടില്ല മാത്രമേ ഉള്ളൂ. ഓക്കെ. ഏതായാലും ആ സമ്മേളനം കഴിഞ്ഞ ഉടനെ, അന്ന് 2006 ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സമ്മേളനം കഴിഞ്ഞ ഉടനെ പിന്നെ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അദ്ദേഹം അതിനെക്കുറിച്ച് ആ വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് ബൈറ്റ് ഇപ്പോഴും നമുക്ക് നെറ്റിൽ കാണാം, നമ്മുടെ NDTVയുടെ സൈറ്റിൽ പോയാൽ കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഹിന്ദി ഞാനവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുന്നില്ല. അതിൻ്റെ മലയാളം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്തിൻ്റെ ഇത്രയും ഉയർന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവായി 110 പ്രസംഗങ്ങൾ ഇലക്ഷൻ കാലത്ത് മാത്രം അദ്ദേഹം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അതിനെതിരെ ഇസ്ലാമോഫിക് റിമാർക്സ് ഇൻ 110 ക്യാമ്പയിൻ സ്പീച്ചസ് എന്നാണ് പറയുന്നത്. അതിനെതിരെ ഒരു എന്താ പറയുക പ്രതിഷേധം നമ്മൾ കാണുന്നില്ല. ഏതായാലും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ, ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോവാണ്. 2006 ഡിസംബർ 9 ഈ പ്രസംഗം നടന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് തന്നെ ഒരു വിവാദമായ അതിൻ്റെ പിറ്റേന്ന് തന്നെ പ്രധാനമന്ത്രി ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കുന്നുണ്ട്. വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, 2006 ഇറക്കിയിട്ടുണ്ട്. അത് ഇന്നും നെറ്റിലുണ്ട്. അതിൽ കൃത്യമായിട്ട് അത് നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആർക്കൈവ്സ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്, ആർക്കും പോയി നോക്കാവുന്നതാണ്. ക്ലാരിഫിക്കേഷൻസ് ഓൺ PM's റെഫറൻസ് ടു ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ആ കുറിപ്പിൻ്റെ തലക്കെട്ട് ഇതാണ്. അതിൽ പറയുന്ന കാര്യം ഇതാണ്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. ഇങ്ങനെയാണ് തർജ്ജമ. ഇന്നലെ നടന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ സമ്മേളനത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക മുൻഗണനകളെ സംബന്ധിച്ച് ഓൺ ഫിസ്ക്കൽ പ്രയോറിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്, സർക്കാരിൻ്റെ സാമ്പത്തിക മുൻഗണനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിർമ്മിതമായ ബോധപൂർവവും അനർത്ഥകരവുമായ ദുർവ്യാഖ്യാനം, ഡെലിബറേറ്റ് ആൻഡ് മിസ്റ്റീവിയസ് മിസ്ഇൻ്റർപ്രിട്ടേഷൻ, ഒരു അനാവശ്യമായ വിവാദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോണിക് മീഡിയയിലെ ചില വിഭാഗങ്ങൾ പ്രധാനമന്ത്രിയുടെ നിരീക്ഷണങ്ങളെ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത് ഉദ്ധരിച്ചതിലൂടെയും അടിസ്ഥാനരഹിതമായ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. വസ്തുത വ്യക്തമാക്കാനായി ന്യൂനപക്ഷ ശാക്തീകരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ച ഖണ്ഡികയുടെ പൂർണ്ണരൂപം താഴെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുർവ്യാഖ്യാന വിധേയമായ വാക്യഭാഗം അടങ്ങുന്ന ഖണ്ഡിക പൂർണ്ണമായി അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഖണ്ഡിക. അതിന് ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ഈ ഖണ്ഡികയുടെ ഇതാണ്: നമ്മുടെ കൂട്ടായ മുൻഗണനകൾ എന്തെന്നത്, മുഖ്യമന്ത്രിമാരോട് സംസാരിക്കുന്നത്, നമ്മുടെ കൂട്ടായ മുൻഗണനകൾ എന്തെന്നത് വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. കൃഷി, മൻമോഹൻ സിംഗിനെയൊക്കെ ന്യായീകരിച്ച് ഞാൻ പ്രസംഗിക്കേണ്ടി വരുമെന്ന് ഞാൻ എൻ്റെ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല, പക്ഷെ അതും വേണ്ടി വന്നിരിക്കാം. നമ്മുടെ കൂട്ടായ മുൻഗണനകൾ എന്തെന്നത് വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. കൃഷി, ജലസേചനവും ജലസ്രോതസ്സുകളും, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിർണായകമായ മുതൽ മുടക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള അനുപേക്ഷണീയമായ പൊതുധന നിക്ഷേപം, ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗങ്ങളിൽപ്പെട്ടവർ, മറ്റ് പിന്നോക്ക സമൂഹങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നീ വിഭാഗങ്ങളുടെ അഭിവൃദ്ധി, ഇവയാണ് നമ്മുടെ കൂട്ടായ മുൻഗണനാ മേഖലകൾ. പട്ടികജാതികൾക്കും പട്ടികഗോത്രങ്ങൾക്കുമായുള്ള കോമ്പണൻറ്റ് പ്ലാൻസിന് പുതുജീവൻ പകരേണ്ടതുണ്ട്. ഇത് ഞാനൊന്ന് ചേർക്കാം. ഈ കമ്പോണൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1970കളിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനെ മാത്രമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക പദ്ധതിയാണ്. ആ വിഭാഗത്തിൻ്റെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടി, എല്ലാ പ്ലാനുകളിൽ നിന്നും അതിലേക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഈ കമ്പോണൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ട്രാൻസ്ലേറ്റ് തിരിച്ചു പോകാം. വികസനത്തിൻ്റെ സദ്ഫലങ്ങളിൽ സമത്വപൂർണ്ണമായി പങ്കുപറ്റാൻ തക്ക വിധത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ശാക്തീകരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉപയുക്തമായ പുത്തൻ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. അവക്കാണ് അതായത് ഈ പറഞ്ഞ പദ്ധതികൾക്കാണ്, അവക്കാണ് വിഭവങ്ങൾക്ക് മേലെ ആദ്യ അവകാശം ഉണ്ടാവേണ്ടത്. ഇതൊരു ജനതയുടെ കാര്യമേ അല്ല പറയുന്നത്. ഈ പദ്ധതികൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ പൈസ പോകേണ്ടതെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അടുത്ത വാചകം, അവസാനത്തെ വാചകം, കേന്ദ്ര ഗവൺമെൻറ്റിന് അനവധിയായ മറ്റുത്തരവാദിത്തങ്ങളുണ്ട്.
ഈ അസംഖ്യം ആവശ്യങ്ങളെ ലഭ്യമായ വിഭവ സാധ്യതകളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുക എന്ന ബാധ്യതയും കേന്ദ്ര സർക്കാരിനുള്ള 5 വാചകങ്ങളാണ് ആ ഒരു പാരഗ്രാഫിലുള്ളത്. ഈ 5 വാചകങ്ങളിലേക്ക് നമുക്ക് ഇടയ്ക്കിടെ തിരിച്ചു വരേണ്ടി വരും. ഈ ഖണ്ഡിക ഉദ്ധരിച്ച ശേഷം ആ വിശദീകരണ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഭാഗം ഇതാണ്. അദ്ദേഹം പറയുന്നത് SC, ST, OBC, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ പുരോഗതിക്കായുള്ള പദ്ധതികളടക്കം മുകളിൽ പറഞ്ഞ എല്ലാ മുൻഗണനാ മേഖലകളെയും പ്രയോറിറ്റി ഏരിയാസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യാവകാശം എന്ന് പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളത് എന്ന് മുകളിലത്തെ ഖണ്ഡികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് പിറ്റേന്ന് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർക്കും ഈ എക്സ്പ്ലനേഷൻ കണ്ടാൽ അത് സ്വീകരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് നരേന്ദ്രമോദി മുതൽ രവീന്ദ്രൻ സി വരെയുള്ള ഒരാളും അംഗീകരിച്ചിട്ട് ഇന്ന് 18 കൊല്ലം കഴിഞ്ഞിട്ടും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരാരും പ്രചരിപ്പിക്കുന്ന പോലെ നരേന്ദ്രമോദി മുതൽ രവീന്ദ്രൻ വരെയുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചാരകർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് വിഭവങ്ങൾക്ക് മേലെ ആദ്യ അവകാശമുണ്ട് എന്നല്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാരുകൾ അവർക്ക് ലഭ്യമായ വിഭവങ്ങൾ എന്നുവെച്ചാൽ അവരുടെ സാമ്പത്തിക ശേഷി ഈ പല പദ്ധതികൾക്കായിട്ട് വിതരണം ചെയ്യുമ്പോൾ ഏത് തരം പദ്ധതികൾക്കാണ് ഫസ്റ്റ് ക്ലെയിം ഉണ്ടാവേണ്ടത്, ഏതിനാണ് ആദ്യം പണം മുടക്കേണ്ടത്, ഏതിലേക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ആ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിന് വേറെ പല ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പറഞ്ഞത്. ആ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഈ നമ്മുടെ കൂട്ടായ പരിഗണനകൾ, അവർ കലക്റ്റീവ് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് പരമപ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കേണ്ട സംസ്ഥാന സർക്കാരുകളിലാണ് പറഞ്ഞത്. ഇംഗ്ലീഷാണ് പറഞ്ഞത്. സാമാന്യ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആർക്കും അത് വായിച്ചാൽ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഏത് വിഷയങ്ങൾ ഏതൊക്കെ പദ്ധതികൾക്ക് വകയിരുത്തുന്നതാണ് പറയുന്നത്, പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ ഹിന്ദുക്കൾക്കാണോ മുസ്ലിങ്ങൾക്കാണോ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ മുകളിൽ മുൻഗണന ഉണ്ടാവേണ്ടത് എന്ന ചോദ്യമേ ഇവിടെ വരുന്നില്ല. അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. ഇവിടെ പദ്ധതികളാണ് പ്രോഗ്രാംസ്, മുൻഗണനാ മേഖല, പ്രയോറിറ്റി. ഇത് ഈ 5 വാചകങ്ങളുള്ളതിൽ 3 തവണ പദ്ധതികൾ എന്ന് പറയണം. ഞാനത് നമ്മൾ ആ ഒറിജിനലിൽ നോക്കിയാൽ നമുക്ക് കാണാം. 3 തവണ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാംസ്, പ്ലാൻസ്. വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ കുറിച്ചേ അല്ല പറയുന്നത്. ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അങ്ങനെ കുറിച്ചല്ല പറയുന്നത്. ഈ പ്ലാനുകൾക്ക് ബജറ്റിൽ നിന്ന് എത്ര പൈസ ഭാഗിക്കണം, അത് ഏതിന് പ്രാധാന്യം കൊടുക്കണം, ഈ വിഷയമാണ് പറയുന്നത്. പ്ലാനുകൾ, പ്രോഗ്രാമുകൾ തന്നെ 5 വാചകത്തിൽ 3 തവണ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട്. എന്നാലും പറയുന്നത് എന്താ? മുസ്ലിങ്ങൾക്കാണ് ആദ്യാവകാശം എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. അത് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് രാജ്യത്തിൻ്റെ സമ്പത്തിന് മുകളിൽ ഹിന്ദുക്കൾക്കായിരിക്കണം പ്രാഥമികമായ അല്ലെങ്കിൽ മുൻഗണന ഉണ്ടാവുന്നത്. എന്തൊരു പ്രധാനമന്ത്രി പറഞ്ഞാലും അശ്ലീലമാണ്, തിരിച്ചു പറഞ്ഞാലും അശ്ലീലമാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയായിരിക്കും, പക്ഷേ പദവികളുടെ അതും പറഞ്ഞിട്ടില്ല. ഈ വാചകത്തിൽ പറഞ്ഞിട്ടുള്ള 100% ഉറപ്പാണ്. അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. 1 ഫിസിക്കൽ പ്രയോറിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്തെ വിഭവങ്ങൾക്ക് പ്രാഥമിക അവകാശമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞത് എന്ന വാദത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത് ഞാൻ പറയില്ലേ, വയർ പത്രം എന്നിട്ടുള്ള അവർ പറയുന്നുണ്ട് മോഡീസ് ലൈ എന്നാണ് പറയുന്നത്. മോഡീസ് ലൈ ഓൺ മൻമോഹൻ സിംഗ്സ് 18-year-old സ്പീച്ച്. ഇതാണ് കറക്റ്റ്. മോഡിയുടെ നുണയാണ്. ഈ മോഡിയുടെ നുണ അതേപോലെ ആവർത്തിക്കാനുള്ള പണിയാണ് രവീന്ദ്രനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തവണയല്ല, പലവട്ടം പല പ്രശ്നങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവധിയിലൊക്കെ ആവർത്തിക്കുന്നത്. ഏറ്റവും എക്സ്ട്രീമിൽ ഇതാണ്. ഈ മോഡി നടത്തിയ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത പ്രസ്താവനകളെ വിമർശിക്കാൻ വേണ്ടി നടത്തിയ വീഡിയോയിൽ പോലും അദ്ദേഹം ഇതിൻ്റെ അടുത്ത് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. വിമർശനം പ്ലസ് അതിന് ന്യായീകരണം ഈസ് ഈക്വൽ ടു പ്രചരണം. 5 വാചകങ്ങളായിട്ട് ഇവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. 5 വാചകങ്ങളാണുള്ളത്. അതിൽ 3 തവണ പദ്ധതികൾ പറയുന്നുണ്ട്. 1 തവണ പ്രോഗ്രാം എന്നും 2 തവണ പ്ലാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇത് എന്താണെന്ന് വിചാരിച്ചാൽ പോലും ഇത് പ്ലാനുകളെ കുറിച്ചാണ് പറയുന്നത് ആർക്കും തന്നെ മനസ്സിലാവും. ആ ഒരു വിഷയം ഞാനത് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് ഇത് മനസ്സിലാവാഞ്ഞതെന്ന് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പിറ്റേന്ന് ഈ ഒരു തിരുത്തൽ വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ക്ലാരിഫിക്കേഷൻ വരുന്നതോട് കൂടിയിട്ട് അത് മാറേണ്ട കാര്യമാണ്. അത് യാതൊരു തെറ്റുപോലും പറഞ്ഞിട്ട് അവിടെ കൃത്യമാണ് പറഞ്ഞത്. ഇനി തെറ്റ് വല്ലതും പറഞ്ഞു പോയാൽ പോലും പിറ്റേന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നാൽ അത് സ്വീകരിക്കാന്നുള്ളതാണ് മാന്യത. തെറ്റ് പറഞ്ഞിട്ടില്ല, അതിന് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. തെറ്റ് പറഞ്ഞിട്ടില്ല, അതുപോലും ചെയ്യുന്നില്ല. അതിന് പകരം 18 വർഷമായിട്ട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ സുവർണാവസരം അന്വേഷിച്ച് നടക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ ഒരു വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് വിഭാഗങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 3, 4 എന്നുള്ള 2 വാചകങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഒന്നും പറഞ്ഞില്ല വിചാരിക്കാം. 1, 2, 5 വാചകങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ 3-ാമത്തെ 4-ാമത്തെ വാചകങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും വികസനത്തിൻ്റെ സദ്ബലങ്ങളിൽ സമത്വപൂർണ്ണമായി പങ്കുപറ്റാൻ തക്ക വിധത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ശാക്തീകരിക്കപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്താൻ
ഉപയുക്തമായ പുത്തൻ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അവക്കാണ് ഈ വിഭവങ്ങൾക്ക് മേലെ ആദ്യാവകാശം ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വിചാരിക്കുക. ഈ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗത്തിൽ പ്രഥമ പരിഗണന കിട്ടണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞതെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 വാചകങ്ങളല്ല 5 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ 2 വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. പ്രഥമ പരിഗണന അർഹിക്കുന്ന വിവിധ മേഖലകളിൽ ഒന്ന് എന്ന നിലയിലാണ് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനുള്ള പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതെങ്കിലും അങ്ങനെയല്ല പറഞ്ഞത്. വാദത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനുള്ള പദ്ധതികളുടെ മാത്രമാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. ഈ വാചകങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എങ്കിൽ പോലും അതിൽ വരെ തെറ്റുണ്ടോ? ഇല്ല, അഭിപ്രായത്തിൽ യാതൊരു തെറ്റുമില്ല. അത് വ്യക്തമാക്കാൻ ഞാൻ മേലെ പറഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെ ചെറുതായിട്ട് ഒന്ന് മാറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ വികസനത്തിൻ്റെ സദ്ഫലങ്ങളിൽ സമത്വപൂർണ്ണമായി പങ്കുപറ്റാൻ തക്ക വിധത്തിൽ പിന്നോക്ക ജാതിക്കാർ, വിശേഷിച്ച് പട്ടികജാതിക്കാർ ശാക്തീകരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഒറ്റ വാക്കേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതിക്കാർ. മുസ്ലിം സന്നതിന് പകരം പട്ടികജാതിക്കാർ എന്ന് അവിടെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റുന്നതുകൊണ്ട് ഇതിനെ പരസ്യമായി വിമർശിക്കുമോ ഇവരാരെങ്കിലും? വിമർശിക്കില്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഈ സവർണ മേധാവിത്വം നിലനിന്നിട്ടുള്ള പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് സ്വപ്നം കാണുന്നവരാണ് സംഘപരിവാരെങ്കിലും അവർ പുറത്ത് പറയുക നമ്പൂടി മുതൽ നായാടി വരെ നമ്മളൊക്കെ സഹോദരന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് പരസ്യമായിട്ട് എന്ത് പറയാൻ പറ്റില്ല. ഈ പട്ടികജാതിക്കാർക്ക് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വിമർശിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ ഈ സോക്കോൾഡ് സാഹോദര്യത്തിന് പുറത്താണ്. അവരെ സഹോദരൻ എന്നല്ല പറയുന്നത്, ഈ ഗോത്രീയ ബോധത്തിന് പുറത്താണ്. അതുകൊണ്ടാണ് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് മൻമോഹൻ സിംഗ് പറഞ്ഞെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഹിന്ദുത്വ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ പ്രഥമ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയോ അല്ലെങ്കിൽ OBC പോലെയോ ഒക്കെ പ്രഥമ പരിഗണന കിട്ടേണ്ട ആൾക്കാരാണ് മുസ്ലിങ്ങളിൽ നിന്ന്. അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് പ്രഥമ പരിഗണന പോട്ടെ പൗരാവകാശം പോലും കൊടുക്കരുത് എന്നതാണ് അവരുടെ അടിസ്ഥാനപരമായ നിലപാട്. ഈ ഒരു മുസ്ലിങ്ങളെക്കുറിച്ച് ആർക്കും ഇന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത വിധത്തിൽ ഈ ഒരു സംഗതിയെ ഒരു പൊതുബോധമാക്കി വളർത്തിയെടുക്കാൻ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ ഹിന്ദുത്വ ശക്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഥമ പരിഗണന ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് എഴുതിയാൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് എഴുതിയാൽ OBC എന്ന് എഴുതിയാൽ പൊതുവികാരം വ്രണപ്പെടാതിരിക്കുകയും മുസ്ലിം എന്ന് എഴുതിയാൽ പൊതുവികാരം വ്രണപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ഒറ്റ വാക്കിൽ ഇന്ന് പറയുന്ന ഉദ്ദേശകാർ ഒറ്റ വാദ്യത്തിൽ പറയണമെങ്കിൽ ഇതാണ്: മുസ്ലിങ്ങളോട് ഹിന്ദുത്വ രാഷ്ട്രീയം പുലർത്തുന്ന സാഹോദര്യരാഹിത്യം, ലാക്ക് ഓഫ് ഫ്രറ്റേണിറ്റി, അത് പങ്കിടുന്നവർക്ക് മാത്രമേ വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യാവകാശം സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രി പറഞ്ഞതിൽ കുറ്റം ആരോപിക്കാൻ കഴിയും. ഇതാണ് ഈ ഒറ്റ വാക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇതാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം. അവരുടെ ലാക്ക് ഓഫ് ഫ്രറ്റേണിറ്റി, അവരുടെ സാഹോദര്യരാഹിത്യം, അത് നമ്മൾ പങ്കിടാൻ പാടില്ല. നമ്മുടെ വേദികളിൽ ഇത് പറയാൻ പാടില്ല. ഈ സാഹോദര്യരാഹിത്യം പങ്കിടുമെങ്കിൽ മാത്രമേ മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. അതാണ് എനിക്ക് ഒരു പറയാനുള്ള കാര്യം. ഇതൊന്ന് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഈ ഒരു കൊട്ടേഷൻ ഈ കോട്ട് കൊടുത്തിരുന്നത് റിച്ചാർഡ് മെക്കേ റോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലോസഫർ, അമേരിക്കൻ ഫിലോസഫറിൻ്റെ ഒരു വാചകമാണ്. ഞാനത് അതിൻ്റെ സാരാംശം മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. റിച്ചാർഡ് മെക്കേ റോർട്ടി 1996 എഴുതിയൊരു കണ്ടിയാണിത്. അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ജോൺ സ്റ്റീൻബെക്കിൻ്റെ ദി ഗ്രേപ്സ് ഓഫ് റാത്ത് എന്നൊരു നോവലിൻ്റെ സന്ദർഭത്തിൽ ഉദാഹരിച്ചുകൊണ്ട് ഈ സാഹോദര്യം എന്ന ആശയത്തെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് റോർട്ടി എന്നൊരു ഫിലോസഫർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അമേരിക്കയിൽ 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത് പലയാളും പാപ്പരായി. അങ്ങനെ പാപ്പരായിട്ടുള്ളൊരു പാട്ടകൃഷിക്കാരൻ്റെ കുടുംബം കാലിഫോർണിയയിലേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്യാണ്. അപ്പോൾ യാത്രക്കിടയിൽ റോഡിനരികിൽ തമ്പടിച്ച് താമസിക്കുമ്പോൾ അവരെക്കാൾ അവശ്യ നിലയിലുള്ള വേറൊരു അഭയാർത്ഥി കുടുംബവുമായി ഇവരുടെ കയ്യിലുള്ള കുറച്ച് ഭക്ഷണം ഇവർ പങ്കിടുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട് എന്നതും എൻ്റെ കയ്യിൽ ഒട്ടുമില്ല എന്നതും ചേരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട് എന്നായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് റോട്ടിയിട്ട് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട് പ്ലസ് എൻ്റെ കയ്യിൽ ഒട്ടുമില്ല ഈക്വൽസ് നമ്മുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട്. ഈ ഒരു സംഗതി ഇതിവിടെ ഈ യാതന അനുഭവിക്കുന്ന മനുഷ്യർ, അവരെക്കാൾ യാതന അനുഭവിക്കുന്ന മനുഷ്യർക്കായി ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്നിടത്തോളം അവിടെ സാഹോദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെക്കുറിച്ച് പ്രതീക്ഷയ്ക്ക് ഇടവുമുണ്ട്. As long as people in trouble can sacrifice to help people who are still in worse trouble, there is fraternity and therefore social hope എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഭക്ഷണം എൻ്റെ അവകാശമാണ് എന്നതിനപ്പുറം തന്നെക്കാൾ നിസ്സഹായനായ മറ്റൊരാൾക്ക് അതിൽ ആദ്യ അവകാശമുണ്ട്, അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അയാൾക്കാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള ഉൾപ്രേരണയുണ്ടല്ലോ, ആ ഉൾപ്രേരണയാണ് സാഹോദര്യം.
ആ സാഹോദര്യമാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവന നമ്മൾ കാണുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. ഈ സ്റ്റീൻബക്കിൻ്റെ ആ ഒരു റോർട്ടി പറഞ്ഞ വാദം ഇതാണ്. ആസ് ലോങ് ആസ് പീപ്പിൾ ഇൻ ട്രബിൾ ക്യാൻ സാക്രിഫൈസ് ടു ഹെൽപ്പ് പീപ്പിൾ ഹു ആർ ഇൻ സ്റ്റിൽ വേഴ്സ് ട്രബിൾ ദർ ഇസ് ഫ്രറ്റേണിറ്റി ആൻഡ് ദർ ഫോർ സോഷ്യൽ ഹോപ്പ്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ സഹോദര ഭാവത്തിൻ്റെ സാമൂഹ്യ ആവിഷ്കാരമാണ്. സമൂഹത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യർക്കാണ് സമൂഹത്തിൽ പൊതുവിഭവങ്ങളിൽ ആദ്യ അവകാശം ഉണ്ടാവേണ്ടതെന്ന നിലപാട്. ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രമുണ്ടല്ലോ, ഈ സഹോദരന് ചോറ് കൊടുക്കുന്ന ആ ഉൾപ്രേരണ, ഇതിൻ്റെ സാമൂഹ്യ ആവിഷ്കാരമാണ് എന്ത്? ഒരു സമൂഹത്തിൽ ആരാണോ അവസ്ഥ അനുഭവിക്കുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആവാം, ഷെഡ്യൂൾഡ് ട്രൈബ് ആവാം, മുസ്ലിങ്ങളാവാം, ആരുമാവാം, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്കാണ് ഒരു ഗവൺമെൻറ് പണം ചെലവാക്കേണ്ടത് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ ദർശനം ഈ സാഹോദര്യം എന്ന ജ്ഞാനോദയ മൂല്യത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാമൂഹ്യ മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണ്, കേവലം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. ഇയാൾ എന്തിനാണ് മൻമോഹൻ സിംഗ് ന്യായീകരിക്കുന്നത്? ഇയാൾ കോൺഗ്രസ് ആണോ? അതല്ല വിഷയം. ഇത് നമ്മുടെ സാമൂഹ്യ മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണ്. 2006 നിന്ന് 2024 എത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ സാഹോദര്യം എന്ന സാമൂഹ്യ മൂല്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവന ഈ സാഹോദര്യം എന്ന ജ്ഞാനോദയ മൂല്യത്താൽ, ഭരണഘടനാ മൂല്യത്താൽ പ്രേരിതമായ ഒന്നാണ് എന്നാണ് ഞാൻ എന്നെ കാണുന്നത്. ആ കാര്യം ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ജാതിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള രവീന്ദ്രൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഞാൻ എഴുതിയാണ്. മുമ്പ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ? രവീന്ദ്രൻ പറഞ്ഞിട്ടില്ല, 2018 പറഞ്ഞാൽ രാജ്യം ഭരിച്ച മതം. മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രാജ്യം ഭരിച്ച മതം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെല്ലാം മുസ്ലിങ്ങളുടേതായിരുന്നു. ഔറംഗസീബിൻ്റെ ഇത് സ്വതന്ത്ര ഇന്ത്യ വേദിയിൽ പറയുന്നതാണ്. ഔറംഗസീബിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയേക്കാൾ വലിയ സാമ്രാജ്യമായിരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അറക്കൽ രാജവംശം തൊട്ട് കുഞ്ഞാലിമരക്കാർ വരെ ചരിത്രം അവർക്ക് പറയാനുണ്ട്. അവർ ഐത്തം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥക്ക് ഒരിക്കലും വിധേയരായിട്ടുമില്ല. അതാണല്ലോ പിന്നോക്ക ഒരു കാരണം. ഐത്തത്തിന് വിധേയരായി എന്നുള്ളത്. ഐത്തത്തിന് അവർ വിധേയരായിട്ടുമില്ല. പിന്നെ സർക്കാർ സർവീസിലവർ എണ്ണം കുറവായത് ഒരു കണക്ക് കാണുന്നത്. എന്താ കാരണം? ഡിസ്ക്രിമിനേഷൻ ആണോ? അല്ല. ഈ വിതരണ നീതിയുടെ ആദ്യത്തെ പ്രമീസ് തന്നെ വളരെ കഷ്ടമാണ് എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സഹോദരരായത് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഇതിവിടെ അദ്ദേഹത്തിനുള്ള അലർജിയായി കാണുന്ന ഈ വിതരണ നീതി, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ഈ ആശയത്തെക്കുറിച്ച് ഒരു വാക്ക് 2 വാക്ക് അവിടെ പറഞ്ഞേ പറ്റൂ. അതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹത്തിൻ്റെ ഇത് ഞാൻ 2018 ജാതി പറയണോ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ കൊടുത്തൊരു സ്ലൈഡ് ഞാനിവിടെ വീണ്ടും ചേർത്താണ്. വിതരണ നീതി എന്നത് അദ്ദേഹം കളിയാക്കുന്ന വിതരണ നീതി, അല്ലെങ്കിൽ അത് അലർജിയായിട്ടുള്ള വിതരണ നീതി, അതിൻ്റെ ഒരു വിതരണ നീതി എന്നത് വർത്തമാനകാലത്ത് നീതി ലഭിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ വർത്തമാനകാലത്തുള്ള നീതിയാണ്. പരിഹാര നീതി ഇവിടെയാണ്. എന്തുകൊണ്ടാണ് ഭൂതകാലത്തിനെ കുറിച്ച് പറയുന്നത്? പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതിലേക്ക് ഞാൻ പോകുന്നേയില്ല. ആ ഭൂതകാലം എന്തായിരുന്നാലും ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് വിതരണ നീതി വരുന്നത്. പരിഹാര നീതി ഭൂതകാലത്തിന് വേണ്ടിയാണ്. പരിഹാര നീതിയുടെ ഒരു വിഷയമല്ല ഇത് കോമ്പൻസേറ്ററി ജസ്റ്റിസിൻ്റെ വിഷയമല്ല പറയുന്നത്. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ വിഷയമാണ് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ, അവസരങ്ങൾ, ഇതൊക്കെ എങ്ങനെ വിതരണം ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ വിതരണ നീതിയുടെ വിഷയം. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമ്മൾ പരിഗണിക്കുന്ന വിഭാഗത്തിൻ്റെ സമകാലിക അവസ്ഥ, വർത്തമാനകാല അവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അതായത് ആ അവസ്ഥയുടെ ചരിത്രപരമായ കാരണങ്ങളൊക്കെ ഉണ്ട്, അതിന് പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അത് പ്രധാനമല്ല. ഇത് വിതരണ നീതിയുടെ കോണ്ടെക്സ്റ്റിൽ അവർക്ക് എന്ത് നൽകേണ്ടപ്പെടേണ്ടത്, ആർക്കെത്ര അവകാശമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് വർത്തമാനകാലത്ത് അവരുടെ അവസ്ഥ എന്താണെന്നതിനെ ആശ്രയിച്ച് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഭാവി ഭൂതത്തിൽ അവരാരായിരുന്നു, എന്ത് കാരണം കൊണ്ടെന്നുള്ളത് വിഷയമേ അല്ല. അതാണ് വിതരണ നീതിയുടെ പ്രഥമ പരിഗണന വർത്തമാനകാലത്തിലെ നീതിയാണ്. അപ്പോൾ ഈ സമൂഹത്തിലുള്ള മറ്റ് അവശ്യ വിഭാഗങ്ങളുടെ കൂടെ മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൻമോഹൻ സിംഗ് സംസാരിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അന്നത്തെ വർത്തമാനകാല അവസ്ഥയെ മുൻനിർത്തി. അത് വിതരണ നീതിയുടെ വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 2006 ഡിസംബർ 9 മൻമോഹൻ സിംഗ് പ്രസംഗം ചെയ്യുന്നത്. അതിൻ്റെ കൃത്യം 22 ദിവസം മുമ്പേ 2006 നവംബർ 17 മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അവസ്ഥകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിൻ്റെ അധ്യക്ഷതയിലുള്ള സച്ചാർ കമ്മിറ്റി ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് പേജാണ് ഞാൻ കൊടുക്കുന്നത്. ഡേറ്റിൽ കാണാനായിട്ട് 17 നവംബർ 22 ദിവസം മുമ്പാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ കുട്ടികളിലെ പോഷകാഹാര ലഭ്യത, ഞാനത് മുഴുവൻ സൈഡാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പോണില്ല കേട്ടോ. കുട്ടികളിലെ പോഷകാഹാര ലഭ്യത, മുതിർന്നവരുടെ സാക്ഷരത,
കുട്ടികൾ ശരാശരി എത്ര വർഷം സ്കൂളിൽ പോകുന്നു, എത്ര ശതമാനം പേര് ഉന്നത വിദ്യാഭ്യാസം നേടുന്നു, സാങ്കേതിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, പിന്നെ IIM IIT ഇതിലൊക്കെ എത്ര പിന്നെ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, എത്ര ശതമാനം പേർക്ക് കൃത്യമായ ശമ്പളമുള്ള ജോലികൾ, എത്ര മെഡിക്കൽ കോളേജ് എത്ര ആൾക്കാരുണ്ട്, പിന്നെ പ്രധാന മെഡിക്കൽ കോളേജിൽ ഇതെത്ര ശതമാനം മുസ്ലിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നു, എത്ര ശതമാനം പേര് കൃത്യമായ ശമ്പളം കിട്ടുന്ന ജോലികൾ ചെയ്യുന്നുണ്ട്, എത്ര ശതമാനം പേര് കൂലിപ്പണി ചെയ്യുന്നുണ്ട്, പിന്നെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എങ്ങനെ, അവിടെ എത്ര പക്കാ റോഡുകളുണ്ട്, പിന്നെ ഇലക്ട്രിഫിക്കേഷൻ എത്രത്തോളം ഉണ്ട്, ദേശീയ ശരാശരിക്ക് തുല്യമായിട്ടോ പിന്നെ അതിൽ കൂടുതലോ ചിലവാക്കാൻ പറ്റിയ എത്രത്തോളം, 1050 രൂപയാണ് കേട്ടോ ദേശീയ ശരാശരി, അതിലോ കൂടുതൽ ചിലവാക്കാൻ പറ്റിയ എത്ര പേര് മുസ്ലിങ്ങൾ ഇടയിലുണ്ട്, പിന്നെ എത്ര ശതമാനം പേർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, എത്ര ശതമാനം ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, എത്ര ശതമാനം പേർക്ക് ഗവൺമെൻറ് ഉദ്യോഗങ്ങളുണ്ട്, സിവിൽ സർവീസിൽ എത്ര പേരുണ്ട്, പിന്നെ റെയിൽവേസിൽ എത്ര പേരുണ്ട്, യൂണിവേഴ്സിറ്റി ഉദ്യോഗങ്ങളിൽ എത്ര മുസ്ലിങ്ങളുണ്ട്. ഇങ്ങനെ ഈ കമ്മിറ്റി വിധങ്ങളായ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും വളരെ വിശദമായി പഠിച്ചിട്ട് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പോയിട്ടൊരു 10-30 സ്ലൈഡാക്കി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്നും പറയാനുള്ള സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത്രയധികം പറയേണ്ട ആവശ്യമില്ല. ഞാൻ കൂടെ പോയി ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്. അതിൻ്റെ അവസാനത്തെ 2 വാചകം മാത്രം ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് പറയുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവർ കാര്യം എന്ന് പറഞ്ഞ് പിന്നെ അത് മറ്റു മതവിഭാഗങ്ങളായിട്ട് താരതമ്യം ഇതൊക്കെ ചെയ്തിട്ട് അവർ പറയുന്ന വാചകം ഇതാണ്: പല കാര്യങ്ങളിലും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ നിലവാരം പട്ടികജാതികളിൽ നിന്ന് താഴെയാണ്, ചിലത് അത് സമാനമാണ്, ചിലതിൽ താഴെയാണ്, ചിലയിടങ്ങളിൽ പട്ടികജാതികൾ തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ 2 വാചകതാണ്. ആദ്യം ഉദ്ധരിക്കുന്ന വാചകമാണ്: ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ മതവിഭാഗങ്ങൾക്ക് വികസനത്തിൻ്റെ പ്രയോജനങ്ങൾ തുല്യ അളവിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഈ റിപ്പോർട്ട് പരിശോധിച്ചത്. മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടത്തിയത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ വാചകമാണ്, ഏറെക്കുറെ ഒരേ ഫ്രേസാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. ഞാനവിടെ 2 അടയാളപ്പെടുത്തിച്ച് കാണാം. മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം ഇതാണ്: ഈക്വൽ ചാൻസ് പിന്നെ ടു റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് വിത്ത് എ ഫോക്കസ് ഓൺ മുസ്ലിംസ്. സച്ചാർ കമ്മിറ്റി പറഞ്ഞതാണ് ടു റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് വിത്ത് എ ഫോക്കസ് ഓൺ മുസ്ലിംസ്, പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി ഷെയർ ഇക്വിറ്റബിളി ഇൻ ദ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഏതാണ്ട് ഒരേ ശൈലിയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് വർത്തമാനകാല അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതാണ് ഈ പറയുന്നത്. അപ്പോൾ കൃത്യമായ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് സാഹോദര്യ പ്രേരിതവും അതുപോലെ തന്നെ തെളിവിനാൽ പ്രേരിതവുമാണ്. എവിഡൻസ് ബേസ്ഡുമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരേ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അവസാനം ആ 2ാമത്തെ വാചകത്താണ്: പൊതുവിൽ പറഞ്ഞാൽ വികസനത്തിൻ്റെ എല്ലാ മാനങ്ങളിലും മുസ്ലിം ജനവിഭാഗം പോരായ്മകളും ഇല്ലായ്മകളുമാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശകലനം കാണിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗത്തിന് കുറച്ച് മേലെയും ഹിന്ദു OBCകൾക്ക് താഴെയുമാണ് മുസ്ലിങ്ങളുടെ നില എന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. ഇത് എവിഡൻസാണ് കൃത്യമായിട്ട്. അതിൻ്റെ ബേസിൽ ഒരാൾ സംസാരിക്കുന്നതാണ്, മനസ്സിലല്ലേ? അല്ലാണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. എവിഡൻസ് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾ പൊളിറ്റിക്സ് നോക്കി ആന പോലെ പറയും. പക്ഷേ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ എന്താണ്, അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇത് എവിഡൻസാണ്. ഇതാണ് എവിഡൻസ്. ഈ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതാണ് എവിഡൻസ് ബേസ്ഡ് പൊളിറ്റിക്സ്. അപ്പോൾ ഇങ്ങനെ ഡെഫിസിറ്റ്സ് ആൻഡ് ഡെപ്രിവേഷൻ ഇൻ പ്രാക്ടിക്കലി ഓൾ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് അനുഭവിക്കുന്ന ഒരു ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾക്കാവണം സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗത്തിൽ പ്രഥമ പരിഗണന കിട്ടേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ കാഴ്ച. ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ, വാദത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ പ്രസംഗഭാഗത്ത് 2 വാദങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിങ്ങളെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വാദം പറഞ്ഞത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ഇത് എല്ലാ പ്രയോറിറ്റികൾ മേഖലയും കൂടിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത്. ഈ 2 വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും തെറ്റില്ല. അത് എവിഡൻസ് ബേസ്ഡ് ആണ്, സാഹോദര്യ പ്രേരിതമാണ് എന്നാണ് ഞാൻ പറയുന്നത്. തങ്ങളെക്കാൾ കൂടുതൽ അവശരായവർക്ക് തങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ ലഭിക്കാൻ കൂടുതൽ അവകാശമുണ്ട് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നിടത്താണ് സാഹോദര്യമുള്ളത്. അവിടെയാണ് സമൂഹത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷ സാധ്യമാവുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ശുഭപ്രതീക്ഷ സാധ്യമായ ഒരു കാലമായിരുന്നു 2006 നിന്ന് ഈ 2024 ഇരുന്ന് പോകുമ്പം പിന്നോക്കാലമൊക്കെ എനിക്ക് തോന്നുന്നത് അന്ന് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും. അതെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി ആവർത്തിച്ചിട്ട് ഇതിൻ്റെ അവസാന സെക്ഷനിലേക്ക് കടക്കാം. മുസ്ലിങ്ങളോട് ഹിന്ദുത്വ രാഷ്ട്രീയം പുലർത്തുന്ന സാഹോദര്യ രാഹിത്യം പങ്കിടുന്നവർക്ക് മാത്രമേ വിഭവങ്ങൾക്ക് മേലുള്ള ആദ്യാവകാശം സംബന്ധിച്ച് മുൻ പ്രധാനമന്ത്രി പറഞ്ഞതിൽ കുറ്റം ആരോപിക്കാൻ കഴിയും. ഈ ലാസ്റ്റ് സെക്ഷനാണ്. അതിൻ്റെ പേര് തുല്യതയ്ക്കെതിരെ തുല്യത എന്നാണ്. ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഈ പഞ്ചഗവ്യ പ്രസംഗത്തിൻ്റെ ചാണക ഭാഗത്ത് സി രവീന്ദ്രൻ പറഞ്ഞൊരു വാചകം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം.
യഥാർത്ഥത്തിൽ പറയേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും രാജ്യത്തിൻ്റെ വിഭവങ്ങളിന്മേൽ തുല്യമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതിൽ കവിഞ്ഞൊരു ടീസ്പൂൺ പോലും പറയാൻ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്കും ധാർമ്മികമായ അവകാശമില്ല. കേട്ടാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്. തുല്യതയ്ക്കെതിരെ തുല്യത ഉപയോഗിക്കാനുള്ള ഇവിടെ സംഭവം നടക്കുന്നത്. ഈ തുല്യത എന്നുള്ള ഒരു ജനാധിപത്യ പുരോഗമനപരമായ ആശയത്തിനെതിരെ ഈ തുല്യത എന്ന വാക്കുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു യാഥാസ്ഥിതിക തന്ത്രമാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാനൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, ഇങ്ങനൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ഇത് നമുക്കൊക്കെ അറിയുന്നൊരു മൂവ്മെൻറ്റാണ്. 2013 ആരംഭിച്ചാണ്, 2020 അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ഇപ്പോഴും ആ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്. ആഫ്രിക്കൻ അമേരിക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ല എന്ന് കാലാകാലങ്ങളായിട്ട് അമേരിക്കയിൽ തുടർന്നു വന്നിട്ടുള്ള വ്യവസ്ഥക്കെതിരെ സമത്വഭാവന ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ബോധമുള്ള ആധുനിക മനുഷ്യർ അവരുയർത്തിയുള്ള മുദ്രാവാക്യമാണ് എന്ത്? ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നുള്ളത്. ഈ മുദ്രാവാക്യത്തിനെതിരെ യാഥാസ്ഥിതികർ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്താണെന്നറിയോ? ഓൾ ലൈവ്സ് മാറ്റർ, എല്ലാ ജീവനുകൾക്കും വിലയുണ്ട്. ബ്ലാക്ക് ലൈവ്സ് മാറ്ററിനെതിരായിട്ട് ഓൾ ലൈവ്സ് മാറ്റർ. അത് അതിനെ പറ്റിയിട്ട് വിക്കിപീഡിയ പറഞ്ഞ കാര്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഇറ്റ്സ് എ കൺസർവേറ്റീവ് റിജക്ഷൻ ഓഫ് ദി അക്നോളജ്മെൻറ്റ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി ആൻഡ് എത്നിക് വയലൻസ്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മൂവ്മെൻറ്റ്. ഈ കറുത്ത വർഗ്ഗക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്ത പോലീസ് അതിക്രമങ്ങൾ, വംശീയ അക്രമങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന ഈ മൂവ്മെൻറ്റ് സമൂഹ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ അക്നോളജ് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് യാഥാസ്ഥിതിക തന്ത്രമാണ് ഓൾ ലൈവ്സ് മാറ്റർ എന്നുള്ള ബദൽ മൂവ്മെൻറ്റ് സ്വഭാവം. അപ്പോൾ കറുത്തവരുടെ ജീവന് വില കൽപ്പിക്കണം എന്നുള്ള മുദ്രാവാക്യത്തിന് ബദലായിട്ട് എല്ലാ ജീവനും വില കൽപ്പിക്കണം. അത് കേൾക്കുമ്പോൾ ശരിയല്ലേ? എല്ലാ ജീവനും വില കൽപ്പിക്കണം, എല്ലാവർക്കും ഒരേ അവകാശമാണ്, രവീന്ദ്രൻ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ്? ഇതൊരു യാഥാസ്ഥിതിക തന്ത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ആ വാചകം നിങ്ങൾ കണ്ടല്ലോ, ഇന്ത്യ പോലെ ജനാധിപത്യം ഒരു ടീസ്പൂൺ പോലും പറയാൻ പാടില്ല എന്നുള്ളത് തത്തുല്യമായിട്ടുള്ള വാചകമാണ്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാവരും തുല്യരാണ് എന്നുള്ള വാദം കേൾക്കുമ്പോൾ അത് വളരെ ശരിയായ ഒരു വാദമാണെന്ന് നമുക്ക് തോന്നും. ഈ വാദത്തിൽ ശരികേട് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇതൊരു ചാണകവാദമാകുന്നതെന്ന് കുറച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പിടിയിട്ടുള്ളൂ. അത് ഒരു കാർട്ടൂണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാർട്ടൂണ് ഇന്നത്തെ കണ്ടൊരു കാർട്ടൂണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാ ജീവനും തുല്യമാണ്. വെൽ, ഐ തിങ്ക് ദാറ്റ് ഓൾ ലൈവ്സ് മാറ്റർ എന്ന് ആരാ പറയുന്നത്? ഒരു ഫയർ ഫൈറ്ററാണ് പറയുന്നത്. അയാളുടെ പകുതി കണ്ണടഞ്ഞിരിക്കാനുള്ള ശ്രദ്ധിക്കണേ. പകുതി കണ്ണടച്ച് എല്ലാ ജീവനും ഒരുപോലെയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? 2 വീട് തീ പിടിച്ചിരിക്കുകയാണ്. അതിൽ ഒരു വീട് തീ പിടിച്ചിരിക്കുകയാണ്, മറ്റേ വീട് തീ പിടിച്ചിട്ടില്ല. ഈ തീ പിടിക്കാത്ത വീട്ടിലേക്കാണ് ഇയാൾ വെള്ളം അടിക്കുന്നത്. കാരണം എന്താണ്? ഓൾ ഹൗസസ് മാറ്റർ. അവിടെ തീ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ ചാടാൻ, ജീവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾ പറഞ്ഞു എല്ലാ വീടും ഒരുപോലെയാണ്, മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാ വീടും ഒരുപോലെയാണ്, ഞാൻ ഇതിനാണ് അടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ ഓൾ ലൈവ്സ് മാറ്റർ എന്നുള്ളതിൻ്റെ വിഷയം. എന്ന് പറഞ്ഞാൽ ഒരു ഫയർ ഫൈറ്റർ എല്ലാ വീടും തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് കത്തുന്ന വീടിന് നേരെ വെള്ളം ചീറ്റുന്നതിന് പകരം അടുത്ത വീട്ടിലേക്ക് വെള്ളം ചീറ്റുന്ന പോലെയാണ് ഈ കറുത്ത വർഗ്ഗക്കാർ കഠിനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നതും ജീവന് ഭീഷണി നേരിടുകയും ചെയ്യുന്ന അവസരത്തിൽ സമാനമായിട്ടൊരവസ്ഥ വെള്ളക്കാർക്ക് ഇല്ലാതിരിക്കേ. അങ്ങനെയില്ലല്ലോ. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെയാണ് ഈ തരത്തിലുള്ള ഈ യാഥാസ്ഥിതിക തന്ത്രം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം. അപ്പോൾ ഈ ഓൾ ലൈവ്സ് മാറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ ഇൻസെൻസിറ്റീവാണ്. ഈ കണ്ണടച്ചിരിക്കുകയാണ്, പകുതി ഈ കണ്ണടച്ചുകൊണ്ട് അയാൾ സംസാരിക്കുന്നത്. അയാൾ ഈ യാഥാർത്ഥികൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് താത്വികമായിട്ട് ഇങ്ങനെ പറയാം, എല്ലാ ജീവനും ഒരുപോലെ, ആർക്കും ഒരേ അവകാശമാണ്. അപ്പോൾ ഈ പകുതി കണ്ണടച്ച് പിടിച്ചിട്ട് ഓൾ ഹൗസ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന കാർട്ടൂൺ കഥാപാത്രത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അയാളെ വായും കടഞ്ഞു പോയിരിക്കും. നമ്മൾ ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ കണ്ണ് തുറച്ചിട്ട് ഇതിനെന്ത് മറുപടി പറയണം എന്നറിയാതെ നോക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നിസ്സഹായരായി നോക്കുന്നതിന് പകരം ഈ ഓൾ ലൈവ്സ് മാറ്റർ അല്ലെങ്കിൽ തുല്യമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ പോലും പറയാൻ പാടില്ല എന്ന് പറയുന്ന ഈ യാഥാസ്ഥിതിക ചാണകവാദത്തിനെ ഒന്ന് അൺപാക്ക് ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് ജോൺ എ പവൽ, ബെർക്ലി യൂണിവേഴ്സിറ്റി, UC ബെർക്ലിയിലുള്ള ഒരു ലോ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് ഞാനിവിടെ 2-3 വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ അതിൻ്റെ അന്ന് അൺപാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി. ഒറ്റ നോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നിയ ഒരു വാദമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതികൾക്ക് ഇപ്പം ധനവിനിയോഗത്തിൽ പ്രഥമ പരിഗണന കിട്ടേണ്ടതാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ അങ്ങനെ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ജീവൻ പ്രധാനമാണ്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സെക്ടേറിയനാണ് എന്ന് നമുക്ക് തോന്നും. നമ്മൾ സെക്ടേറിയൻ ആവരുത്, നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്, ആധുനിക മനുഷ്യരാണ്, നമ്മൾ സെക്ടേറിയൻ ആവാൻ പാടില്ല, നമ്മൾ യൂണിവേഴ്സലായി ചിന്തിക്കണം എന്നുള്ളത് കറക്റ്റാണ്. നമ്മൾ യൂണിവേഴ്സലായിരിക്കണം, നമ്മുടെ ആശയങ്ങൾ യൂണിവേഴ്സലായിരിക്കണം എന്നുള്ളത് വളരെ കറക്റ്റാണ്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും യൂണിവേഴ്സലായിരിക്കണം. വി ഷുഡ് ബി യൂണിവേഴ്സൽ ഇൻ അവർ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ് ബട്ട് ടാർഗറ്റഡ് ഇൻ അവർ സ്ട്രാറ്റജീസ്. നമ്മുടെ
സാർവലൗകികവും സാർവജനീനവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. അതേസമയം നമ്മുടെ പ്രവർത്തന പദ്ധതികൾ ടാർഗറ്റഡ് ആയിരിക്കണം. എല്ലാ വീടും പ്രധാനമാണ്, പക്ഷേ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്ന ആളുകളകത്ത് കുടിക്കുന്ന വീടിനെ വേണം ഒരു ഫയർ ഫൈറ്റർ ടാർഗറ്റ് ചെയ്യാൻ എന്നതുപോലെ വി ഷുഡ് ബി യൂണിവേഴ്സൽ ഇൻ അവർ ഗോൾ ആൻഡ് ആസ്പിറേഷൻസ് ബട്ട് ടാർഗറ്റഡ് ഇൻ അവർ സ്ട്രാറ്റജീസ്. അതാണ് പിന്നെ പൗല് പറയുന്ന കാര്യം. ഏതിന് ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സാമൂഹിക ഘടനാരൂപങ്ങളുടെയും നമ്മളുടെ ഈ പിന്നെ ഗ്രേഡഡ് ഹൈറാർക്കിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഏതിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ, നമ്മുടെ സാമൂഹിക ഘടനാരൂപങ്ങളെ, നമ്മുടെ സാംസ്കാരിക സവിശേഷതകളെ, നമ്മുടെ പരിസ്ഥിതിയൊക്കെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എല്ലാ വ്യക്തികളും എല്ലാ ഗ്രൂപ്പുകളും തുല്യരായി കണക്കാക്കപ്പെടണമെന്ന വാദത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തന പദ്ധതികളും യൂണിവേഴ്സലായി പോകുക എന്നുള്ളത് അതൊരു അപകടമാണെന്നുള്ളതാണ് പോയത് പറയുന്നത്. അവർ സ്ട്രാറ്റജീസ് ആർ യൂണിവേഴ്സൽ അണ്ടർ ദ ക്ലെയിം ദാറ്റ് വി ആർ ട്രീറ്റിംഗ് ഓൾ പീപ്പിൾസ് ആൻഡ് ഗ്രൂപ്പ് ദ സെയിം എന്ന് പറയും. പൗൽ തുറന്നു പറഞ്ഞ കാര്യം ഇതാണ്. എല്ലാ ജീവനുകളും വിലപ്പെട്ടതായി കാണുന്ന ഒരു സമൂഹം, എ സൊസൈറ്റി വെർ ഓൾ ലിവ്സ് മാറ്റർ എന്നത് സാർവജനീനമായ യൂണിവേഴ്സലായ ഒരു സാർവജനീനമായ അഭിലാഷമാണ്, യൂണിവേഴ്സൽ ആസ്പിറേഷനാണ്. പക്ഷേ ആ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണെങ്കിൽ, അവിടെ നിർത്തണം എന്നാണ് രവീന്ദ്രൻ പറയുന്നത്, ഒരു ടീസ്പൂൺ പോലും കൂടുതൽ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്ത്യയിലും എല്ലാ ജീവനുകളും പ്രധാനമല്ല. ഓൾ ലൈഫ്സ് ആർ നോട്ട് ഈക്വൽ. എല്ലാ ജീവനുകളും ഇമ്പോർട്ടൻ്റ് അല്ല. കറുത്തവരും വെളുത്തവരും ഭൂമിശാസ്ത്രം, അതായത് ഒരു ദളിതനും മുസ്ലിമും ഇവരൊക്കെ തന്നെയും ഒബിസിയും ബ്രാഹ്മണനും ഇവരൊക്കെ തന്നെയും ഭൂമിശാസ്ത്രപരമായും മനോലോകങ്ങളിലും വ്യത്യസ്ത ഇടങ്ങളാണ് അധിവസിക്കുന്നത്. അതിലുപരി പോലീസുമായും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുമായുള്ള ബന്ധങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും വ്യത്യസ്തമാണ്. പവലിൻ്റെ വാചകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. കറുത്തവരുടെ ജീവിതങ്ങൾ ബന്ധിതങ്ങളും പൊടുന്നനവെ അവസാനിക്കപ്പെടുന്നവയാണ്. ബ്ലാക്ക് ലൈഫ്സ് ഹാവ് ബീൻ കൺസ്ട്രെയിൻഡ് ആൻഡ് കട്ട് ഷോർട്ട്. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പൗൽ പറഞ്ഞ അവസാനത്തെ വാക്യം ഇതാണ്. ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന മുദ്രാവാക്യത്തെ ഓൾ ലൈഫ്സ് മാറ്റർ എന്ന മുദ്രാവാക്യം കൊണ്ട് പകരം വെക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും നില തുല്യമാണ് എന്ന തെറ്റായ സങ്കല്പത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ്. We may be slipping into a false assumption that we are all similarly situated. We are not. നമ്മളല്ല, നമ്മൾ സിമിലർലി സിറ്റുവേറ്റഡ് അല്ല. എല്ലാ വിഭാഗങ്ങളുടെയും നില തുല്യമല്ല. ഇതാണ് വസ്തുത. വസ്തുത എന്നുള്ള ചോന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വസ്തുതയാണ്. എല്ലാ വിഭാഗങ്ങളുടെയും നില തുല്യമല്ല എന്നതാണ് വസ്തുത, യാഥാർത്ഥ്യം. ഈ വസ്തുതയാണ് സച്ചാർ കമ്മിറ്റി അവിടെ പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങളുടെയും നില തുല്യമല്ല, അല്ലെങ്കിൽ തുല്യമല്ല എന്നാണ് സച്ചാർ കമ്മിറ്റി അവിടെ പറഞ്ഞ കാര്യം. ഈ വസ്തുതയെയാണ് സച്ചാർ കമ്മിറ്റി വ്യക്തമാക്കിയത്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി സംസാരിച്ചത്. തുല്യമായ അവകാശാധികാരങ്ങൾ എന്നതിൽ ഉള്ളതിൽ കവിഞ്ഞ് ഒരു ടീസ്പൂൺ പോലും പറയാൻ പാടില്ല എന്ന് രവീന്ദ്രൻ്റെ വാദം അമേരിക്കയിലെ ഓൾ ലൈഫ്സ് മാറ്റർ എന്ന യാഥാസ്ഥിതിക വാദത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്. ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നുള്ള ആ മൂവ്മെൻറ്റിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരേ കാര്യമാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്ലക്കാർഡിൽ എഴുതിയ വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്. യെസ്, ഓൾ ലൈഫ്സ് മാറ്റർ, ബട്ട് വി ആർ ഫോക്കസ്ഡ് ഓൺ ദ ബ്ലാക്ക് വൺസ് റൈറ്റ് നൗ. ഓക്കെ, മനസ്സിലായോ സാറേ? ഞാൻ ഓക്കെ, ബിക്കോസ് it is very apparent that our judicial system doesn't know that. Plus, if you can't see why we are exclaiming Black Lives Matter, you are part of the problem. You are part of the problem. ഒന്നുകൂടി പറയട്ടെ. അതെ, എല്ലാ ജീവനുകളും പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ കറുത്തവരുടെ ജീവനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട്? എല്ലാ ജീവനുകളും പ്രധാനമാണ് എന്ന കാര്യം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അറിയില്ല എന്നത് സുവ്യക്തമാണെന്നുകൊണ്ട്. ഒന്നുകൂടി പറയട്ടെ, ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന് ഞങ്ങൾ എന്തുകൊണ്ട് ആക്രോശിക്കുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ യു ആർ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഇത് തന്നെയാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള സംഘപരിവാറിൻ്റെ അസത്യ പ്രചരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള സ്വതന്ത്ര ചിന്താരംഗം നടത്തിക്കൊണ്ടിരുന്ന രവീന്ദ്രനോട് പറയാനുള്ളത്, if you can't see why the former Prime Minister included welfare of Muslims among priority areas for state government, you are part of the problem. അതാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ജനതയോട് നീതി ചെയ്യണം എന്ന സാഹോദര്യ പ്രേരിതമായ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധിയെ ഒരു ഹിന്ദുത്വവാദി വെടിവെച്ചു കൊന്നു കളഞ്ഞത്. ആ കൊലപാതകത്തെ രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും ന്യായീകരിക്കുന്ന അതേ ആൾക്കാരാണ് സമൂഹത്തിലെ അവസ്ഥ അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തി സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കഴിഞ്ഞ 18 വർഷമായി അന്യായമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തെക്കുറിച്ച് സാഹോദര്യപൂർവ്വമായ ഒരു വാക്ക് പോലും പറയാൻ രാഷ്ട്രീയ നേതാക്കൾ മടിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഇത്തരം പിന്തുടർന്നുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഗാന്ധിവധമായാലും മൻമോഹൻ സിംഗിനെതിരായ നുണപ്രചരണമായാലും ഇത് രണ്ടും സാഹോദര്യം എന്ന ഭരണഘടനാ മൂല്യവുമായി ചേർന്നു പോവാത്ത മേൽജാതി ലോകബോധത്തിൻ്റെയും
ആ ലോകബോധത്താൽ പ്രചോദിതമായ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രൊജക്റ്റിൻ്റെയും ഹിംസാത്മകതയുടെ ആവിഷ്കാരങ്ങളാണ്. ഈ ലോകബോധത്തെയും ഈ രാഷ്ട്രീയത്തെയും തിരിച്ചറിയുക, ആശയപരമായി നേരിടുക എന്നതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അടിയന്തരമായ രാഷ്ട്രീയ ദൗത്യമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നേരം ക്ഷമാപൂർവ്വം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.